ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ചർച്ചയായി. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. 171ാം ജയന്തി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ് ശിവഗിരിയിൽ ഗവർണറും ചെമ്പഴന്തിയിൽ മുഖ്യമന്ത്രിയും ഉദ്ഘാടനം ചെയ്യും. പടിഞ്ഞാറൻ രാജസ്ഥാനിലും ഗുജറാത്തിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ വൻ നാശനഷ്ടം. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നിലനിർത്തി ലോക 1-ാം നമ്പർ താരം ആര്യാന സബലങ്ക. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ കാർലോസ് അൽക്കാരസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. GST ആനുകൂല്യങ്ങൾ പൌരന്മാർക്ക് കൃത്യമായി ലഭ്യമാക്കുന്നുണ്ട് എന്നത് നേരിട്ട് ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യത്തുടനീളമുള്ള ആളുകൾ GST പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്തതായി കേന്ദ്ര ധനമന്ത്രി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അറിയിക്കണമെന്നും അവർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും സഹകരണ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര സർക്കാർ. ഗ്രാമീണ സംരംഭകത്വം വളർത്താനും ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കാനും GST പരിഷ്കാരങ്ങൾ സഹായകരമാകുമെന്ന് കേന്ദ്ര സഹകരണ മന്ത്രാലയം അറിയിച്ചു. GST നിരക്കിലെ മാറ്റങ്ങൾ രാജ്യത്തെ 10 കോടിയിലധികം ക്ഷീര കർഷകർക്ക് ഗുണം ചെയ്യുന്നതിനൊപ്പം സുസ്ഥിരമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പുതുതായി അവതരിപ്പിച്ച GST നിരക്കുകൾ കാർഷിക മേഖലയിൽ മികച്ച സ്വാധീനം ചെലുത്തുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കാർഷിക ഉപകരണങ്ങളുടെ GST നിരക്കുകൾ കുറയ്ക്കുന്നത് കൃഷി ചെലവ് കുറയ്ക്കുകയും അതുവഴി കർഷകരുടെ ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഭോപ്പാലിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ജൈവ കീടനാശിനികളുടെയും സൂക്ഷ്മ പോഷകങ്ങളുടെയും GSTയിലെ കുറവ് ജൈവ വളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്ര കൃഷിമന്ത്രി വ്യക്തമാക്കി. हमारा संकल्प है खेती में उत्पादन की लागत घटाना और उत्पादन बढ़ाना. उत्पादन बढ़ेगा और लागत घटेगी तो किसान का खेती में प्रॉफिट बढ़ेगा. और GST में जो सुधार किए गए हैं उनको अगर देखेंगे तो उनका बड़ा लाभ देश के किसानों को मिलने वाला है. കൃത്യതയോടെ അതിവേഗം പ്രത്യാക്രമണം നടത്താനുള്ള ഇന്ത്യയുടെ മികവ് തെളിയിക്കുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനയിൽ പുതുതായി നിയമിതരായ ഉദ്യോഗസ്ഥരോട് രാഷ്ട്രസേവനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജയന്തി ആഘോഷങ്ങൾക്ക് ഇന്ന് സമാപനമാകും. ശിവഗിരിയിൽ രാവിലെ 9:30 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ചെമ്പഴന്തി ഗുരുകുലത്തിൽ വൈകുന്നേരം 6:30 മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ V ശിവൻകുട്ടി, P പ്രസാദ് തുടങ്ങിയവർ പങ്കെടുക്കും. ചതയ ദിനമായ ഇന്ന് രാത്രി 8:58 മുതൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നതിനാൽ ശബരിമലയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചടങ്ങുകളുടെ സമയക്രമത്തിൽ മാറ്റം. വൈകിട്ട് 4 തുറക്കുന്ന നട രാത്രി 8:30 അടയ്ക്കും. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നാളെ തൃശൂരിൽ പുലികളി നടക്കും. പുലികളി മഹോത്സവത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. പ്രസിദ്ധമായ പായിപ്പാട് ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഇന്നലെ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രോഗലക്ഷണങ്ങളോടെ മലപ്പുറം തിരുവാലി സ്വദേശിനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ 11 പേരാണ് കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രാദേശിക പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉജ്ജ്വല വിജയം നേടിയ ഗയാന പ്രസിഡന്റ് ഇർഫാൻ അലിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ഇന്ത്യയും ഗയാനയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുമായുള്ള സൌഹൃദം ശക്തമാക്കാൻ താൽപര്യപ്പെടുന്നതായി പ്രസിഡന്റ് അലി പ്രതികരിച്ചു. പടിഞ്ഞാറൻ രാജസ്ഥാനിലും ഗുജറാത്തിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉത്തരാഖണ്ഡ്, ഒഡീഷ, പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ കനത്ത മഴയിൽ വൻ നാശനഷ്ടം. നൌഗാവ് നദി കരകവിഞ്ഞൊഴുകിയതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. റോഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്താൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി. പഞ്ചാബിലെ പ്രളയ സാഹചര്യത്തിന് നേരിയ ശമനം. 14 ജില്ലകളിലായി മഴക്കെടുതിയിൽ 46 പേരാണ് മരിച്ചത്. ആകെ 13,000 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് പഞ്ചാബ് സർക്കാരിന്റെ വിലയിരുത്തൽ. വെള്ളപ്പൊക്ക ദുരിതം നേരിടുന്ന പഞ്ചാബിന് ഡൽഹി സർക്കാർ 5 കോടി രൂപ സഹായം പ്രഖ്യാപിച്ചു. ജമ്മു കശ്മീരിലെയും ഹിമാചൽ പ്രദേശിലെയും മണ്ണിടിച്ചിൽ ബാധിത പ്രദേശങ്ങളിൽ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനം ഊർജിതം. ഹിമാചൽ പ്രദേശിൽ 17 മണിക്കൂർ നീണ്ടുനിന്ന ദൌത്യത്തിലൂടെ 540 പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ജമ്മു കശ്മീരിലെ ഉദ്ധംപൂരിൽ ദുരിതബാധിതർക്കായി 5.9 ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചതായി വ്യോമസേന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തത്തിന് രാജ്യം വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്നും ഊഷ്മളമായ സൌഹൃദമാണുള്ളതെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് ആശങ്ക വേണ്ടെന്ന് പ്രസിഡന്റ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. I'll always be friends with Modi. He's great. Prime Minister, he's great. I'll always be friends. India and the United States have a special relationship. There's nothing to worry about. We just have moments on occasion. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നിലനിർത്തി ലോക 1 നമ്പർ താരം ആര്യാന സബലങ്ക. യുഎസിന്റെ അമാൻഡ അനിസിമോവയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് ബെലറൂസിന്റെ സബലങ്ക US ഓപ്പൺ കിരീടം നേടിയത്. ഇതോടെ സബലങ്ക തന്റെ 4ാമത്തെ ഗ്രാൻഡ് സ്ലാം ഉറപ്പിച്ചു. ബ്രിട്ടീഷ് ജോഡികളെ പരാജയപ്പെടുത്തി ഗ്രാനോളേഴ്സ്, സെബല്ലോസ് എന്നിവരുടെ സ്പാനിഷ് അർജന്റീന സഖ്യം പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ഇറ്റലിയുടെ യാനിക് സിന്നർ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനെ നേരിടും. ബീഹാറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിലെ അവസാന സൂപ്പർ 4 മത്സരത്തിൽ ചൈനയെ 7-0 തകർത്ത് ഇന്ത്യ ഫൈനലിൽ. ഇന്ന് വൈകുന്നേരം 7:30 നടക്കുന്ന ഫൈനലിൽ ദക്ഷിണ കൊറിയയാണ് ഇന്ത്യയുടെ എതിരാളി. മലേഷ്യയെ പരാജയപ്പെടുത്തിയാണ് ദക്ഷിണ കൊറിയ ഫൈനലിൽ കടന്നത്. ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നടക്കുന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 51 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖത് സരീന് ആദ്യ റൌണ്ട് ജയം. പരിക്ക് മൂലം കഴിഞ്ഞ വർഷം മത്സരങ്ങളിൽ പങ്കെടുക്കാതിരുന്ന നിഖത് സരീൻ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് നിർണായക തിരിച്ചുവരവ് നടത്തിയത്. ഗസയിൽ ജനവാസ മേഖലയിൽ ബഹുനില കെട്ടിടം തകർത്ത് ഇസ്രായേൽ ആക്രമണം. ഹമാസ് ഉപയോഗിച്ചിരുന്ന കെട്ടിടമാണ് തകർത്തതെന്ന് ഇസ്രായേലി പ്രതിരോധ സേന വ്യക്തമാക്കി. എന്നാൽ പ്രസ്താവന പലസ്തീൻ നിഷേധിച്ചു. ജമ്മു കശ്മീരിലെ ശ്രീ മാതാ വൈഷ്ണോ ദേവി കത്ര സ്റ്റേഷനും സങ്കൽദാൻ സ്റ്റേഷനും ഇടയിൽ ലോക്കൽ പാസഞ്ചർ ട്രെയിൻ സർവീസ് നടത്തുമെന്ന് ഉത്തര റെയിൽവേ. നാളെ മുതൽ 5 ദിവസത്തേക്കാണ് സർവീസ്. തുടർച്ചയായ മഴയും റിയാസി, റംബ ജില്ലകളിലെ വെള്ളപ്പൊക്കവും കാരണം കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്ക് ഇത് സഹായകമാകും. 10 ദിവസത്തെ ഗണേശോത്സവത്തിന് സമാപനം. മുംബൈയിൽ ഇന്നലെ 7400-ലധികം ഗൌരി ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു. നിമജ്ജനത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബോളിവുഡ് നടി ശിൽപ ഷെട്ടിക്കും ഭർത്താവ് രാജ് കുന്ദ്രയ്ക്കുമെതിരെ മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. വായ്പാ നിക്ഷേപ ഇടപാടുമായി ബന്ധപ്പെട്ട് 60 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. കേരളത്തിലെ ശിശുമരണ നിരക്ക് അമേരിക്കയുടേതിനേക്കാൾ കുറഞ്ഞതായി സ്ഥിതിവിവരക്കണക്ക്. സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് 5 ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സംവിധാനത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണിത്. 25 ദേശീയ ശരാശരി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ചർച്ചയായി. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. 171 ജയന്തി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ് ശിവഗിരിയിൽ ഗവർണറും ചെമ്പഴന്തിയിൽ മുഖ്യമന്ത്രിയും ഉദ്ഘാടനം ചെയ്യും. പടിഞ്ഞാറൻ രാജസ്ഥാനിലും ഗുജറാത്തിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ വൻ നാശനഷ്ടം. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നിലനിർത്തി ലോക 1 നമ്പർ താരം ആര്യാന സബലങ്ക. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ കാർലോസ് അൽക്കാരസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.